Hello friends, welcome to Healthy Bites. ഞാൻ അഞ്ജു. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ സാലഡാണ്. ഈ സാലഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സാലഡിൽ ചെറുപയറും കടലയൊക്കെ മുളപ്പിച്ചത് അഥവാ സ്പ്രൗട്ട് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. ഈ സാലഡ് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഫില്ലിംഗ് ആവുന്നതും പിന്നെ നമ്മുടെ ഡൈജഷനും അതുപോലെ വെയിറ്റ് ലോസും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് പ്രോട്ടീൻ സാലഡിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറുപയർ മുളപ്പിച്ചത് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. കൂടാതെ കടല മുളപ്പിച്ചതും 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് മുളപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 12 മണിക്കൂർ മിനിമം വെള്ളത്തിൽ നന്നായിട്ട് കുതിരാനിടുക. അതിനുശേഷം നമുക്ക് വെള്ളം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒരു തുണിയിൽ പൊതിഞ്ഞ് ഒരു നനഞ്ഞ കോട്ടൺ തുണി പൊതിഞ്ഞോ അതല്ലാതെയോ പാത്രത്തിൽ വെച്ചാൽ ഒരു 6 to 7 hours കഴിയുമ്പോൾ തൊട്ട് ഇതിൽ മുള വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയും 1/2 കപ്പ് സവാള നന്നായിട്ട് അരിഞ്ഞത് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് തക്കാളി, 1/2 കപ്പ് കുക്കുംബർ, പിന്നെ റോസ്റ്റഡ് പീനട്ട്സ് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതായത് ഇതിൽ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സും പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ റോസ്റ്റഡ് പീനട്ട്സിൽ. സോ സാലഡിൽ യൂസ് ചെയ്താൽ വളരെ നന്നായിരിക്കും. പിന്നെ ഒരു 1/4 കപ്പ് മല്ലിയില, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ മാതള നാരങ്ങ ഒരു 1/2 കപ്പ്. നമുക്കിനി സാലഡ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് നമുക്ക് ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുളപ്പിച്ച ചെറുപയർ, നമുക്ക് മുളപ്പിച്ച കടല കൂടി ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ നമ്മൾ മുളപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഇതിലെ പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒക്കെ അളവ് കൂടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ മുളപ്പിച്ച് കഴിയുമ്പം ഇതിലെ കലോറീസ് ഒക്കെ വളരെയധികം കുറയുന്നതാണ്. പിന്നെ അമിനോ ആസിഡ്സിൻ്റെ കണ്ടൻറ്റും ഒക്കെ വളരെ കൂടുന്നതാണ്. ഗർഭിണികളും കുട്ടികളും നമ്മളെല്ലാവരും കൺസ്യൂം ചെയ്താൽ വളരെ നന്നായിരിക്കും ഇങ്ങനെ മുളപ്പിച്ച് കഴിച്ചാൽ. സവാള ഇട്ട് കൊടുക്കാം, തക്കാളി, കുക്കുംബർ ലോ ഇൻ കലോറീസ് അതുപോലെ തന്നെ ഹൈ ഇൻ ഫൈബർ ആണ്. റോസ്റ്റ് ചെയ്തേക്കുന്ന പീനട്ട്സ്, മല്ലിയില, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, മാതള നാരങ്ങ. ഫ്രൂട്ട്സിൽ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് മാതള നാരങ്ങ. അയണും ആൻറ്റി ഓക്സിഡൻസും പ്രോട്ടീനും ഒക്കെ വളരെയധികം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഡൈജഷനും ഒക്കെ വളരെ നല്ലതാണ്. ഇനി നമുക്ക് സാലഡിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലേവേഴ്സ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് സീസണിങ് ചെയ്യാം. സീസണിങ് ചെയ്യാനായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ എടുക്കാം. ഒലീവ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഹൈ ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ സ്ട്രോക്സ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. ഹേർട്ട് ഡിസീസൊക്കെ കുറയ്ക്കും. അതുപോലെ കൊളസ്ട്രോളും ബ്ലഡ് ഷുഗർ ലെവലൊക്കെ കുറയ്ക്കാൻ വളരെ നല്ലൊരു ഓയിലാണ് ഒലീവ് ഓയിൽ. 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്, നാരങ്ങാനീര്. നാരങ്ങാനീരെന്ന് പറയുന്ന വൈറ്റമിൻ സി ലോഡഡ് ആണ്. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർ നാരങ്ങയുടെ ഐറ്റംസ് കൺസ്യൂം ചെയ്യുന്നത് നന്നായിരിക്കും. ഉപ്പ് ആവശ്യത്തിന് ഞാനിവിടെ ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ചാട്ട് മസാല കുറച്ചിട്ടാൽ മതിയാവും. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് നമുക്ക് സാലഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പോൾ സാലഡായിട്ട് കഴിക്കാനാണെങ്കിൽ 2 പേർക്കുള്ള സെർവിങ് ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സൈഡ് ഡിഷായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 4 പേർക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ലെറ്റ്യൂസിൻ്റെ ഇല വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ സാലഡിനൊപ്പം ഈ ലെറ്റ്യൂസും കഴിക്കാവുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഹെൽത്തി ആയിട്ടുള്ള സ്പ്രൗട്ടഡ് പ്രോട്ടീൻ സാലഡിൻ്റെ റെസിപ്പി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള ഹെൽത്തി റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായി എത്രയും വേഗം കാണാം. അതുവരേക്കും ഗുഡ് ബൈ.